ഭാര്യ അന്ധമായൊന്നും ന്യായീകരിക്കരുത്. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാ. അയ്യോ അല്ല സാറേ, ഇവളുടെ ഒരു അഹങ്കാരം. ഇവളോട് തൽക്കാലം ക്ഷമിച്ചു കൂട്ടി. എനിക്ക് ഒരു ഭാര്യയുണ്ട്, അവൾ എന്റെ ജീവന. ഞങ്ങള് പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച. ദയവ് ചെയ്ത് താൻ ഞങ്ങളുടെ ജീവിതം തകർക്കരുത്. എന്താ രാജു ഇത്? പ്രണയിക്കുന്നത് അത്ര വലിയ പാപമാണോ? വിടും രാജു എന്നല്ലേ പറഞ്ഞു. വിട്, ആരെങ്കിലും കാണും. വിട്. ഇത് തന്നെയാ തക്കം. എന്നെ പബ്ലിക്കായിട്ട് നാണം കെടുത്തി ഇവൻ സന്തോഷത്തോടെ ജീവിക്കണ്ട. എന്റെ കയ്യിൽ നിന്ന് വിട്. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് രാജുവിനെ മറക്കാൻ പറ്റില്ല. കയ്യിൽ നിന്ന് വിടാൻ. അയ്യേ, എടോ എന്താടോ ഈ കാണിക്കുന്നത്? എടോ മാറോ. അയ്യോ വിട, ഇത് വലിയ ശല്യായല്ലോ. ഇവിടെ ഒന്ന് മാറോ. മാറാൻ മാറല്ലേ പറഞ്ഞ. എടോ മാറ. എന്താടി കാണിച്ചേ? എന്താ ഞാൻ കണ്ടെന്ന്? സോറി ഋതികെ, അറിയാതെ പറ്റിപ്പോയതാ. അറിയാതെ പറ്റിപ്പോയതോ? നോണം കിട്ടവളെ. എന്താണ് നീ കാണിച്ചേ? അയ്യോ സാറേ. അച്ഛാ അത് ഇതൊരു പാവാണെന്ന് കരുതി അതിന്റെ നിന്നെ എന്ത് അക്രമം കാണിക്കാൻ നീ കരുതിയോ? നിന്നെ ഞാൻ സർ ഋതു എന്നെ തല്ലരുത് സർ. ഋതു അല്ല തെറ്റുകാരി. തെറ്റുകാരി ഋതു അല്ലെന്നോ? ഭാര്യ ന്യായീകരിക്കുന്നോടാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം നീ തിരുത്തി പറയുന്നോ? അയ്യോ സാറ് കാര്യം അറിയാതെ ദേഷ്യപ്പെടുന്നതാ. ഞാൻ കണ്ട കാര്യമാ. ഇവൾക്ക് ഈ പെണ്ണോട് അസൂയ. ഇവളെ ശിക്ഷിക്കാൻ നീ ആരാ? അത്ര വലിയ ആളൊന്നും ആവണ്ട. അയ്യോ സാറ് കരുതുന്ന പോലെ അല്ല. എടാ, ഭാര്യ അന്ധമായൊന്നും ന്യായീകരിക്കരുത്. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാ. അയ്യോ അല്ല സാറേ. ഇവളുടെ ഒരു അഹങ്കാരം. ഇവളോട് തൽക്കാലം ക്ഷമിച്ചു കൂട്ടി. തെറ്റ് ചെയ്തിട്ട് അവളുടെ ഒരു കണ്ണീരും. എന്റെ കുടുംബം കലക്കിയപ്പോ മതിയായല്ലോ നിനക്ക്. ഞാൻ പതുക്കെ തുടങ്ങുന്നതേ ഉള്ളൂ. ഒരറ്റം മുതൽ അങ്ങനെ തുടങ്ങി ഒടുവിൽ ഇതെല്ലാം ഞാൻ തകർക്കും. ഋതു ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്നെ തൊട്ടുപോരുത്, എന്റെ ശരീരത്തെ തൊട്ടുപോരുത്. ഋതു ഞാനെല്ലാം വിശദമായിട്ട് പറയാം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നീ തെറ്റിദ്ധരിക്കുമെന്ന് കരുതി ഞാൻ പറയാതിരുന്നതാ. ഞാനും അവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. മിണ്ടരുത്, എനിക്കൊന്നും കേൾക്കണ്ട.
ഒരു വിശദീകരണം കേക്കണ്ട. ഋതു ഇറങ്ങി പോകുന്നുണ്ടോ മുറിന്ന്? ഋതു ഇറങ്ങ് ഇറങ്ങ്. പറയുന്ന കേക്ക് ഋതു. ഇറങ്ങിപ്പോ. പോ. ഋതു ഋതു പറയുന്ന കേക്ക്. ഋതു ഋതു കഥ അടയ്ക്കല്ലേ ഋതു. ഋതു ഋതു ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് ഋതു. ഋതു ഋതു പ്ലീസ്. ഋതു കഥവ് തുറക്ക് ഋതു. ഋതു കോഫിയോ ജ്യൂസോ എന്താ വേണ്ട അമ്മേ? അല്ല, ഒന്നും വേണ്ട മോളെ, ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. ദീപേട്ടനോ? ഏയ് എനിക്കിപ്പോ വേണ്ട തന്തു. ഇതെന്താ മോളെ മുഖം ഇങ്ങനെ ചുമന്നു കിടക്കുന്നേ? എന്തു പറ്റി? ഒന്നുമില്ലമ്മേ. അത് വല്ല അലർജി ആയിരിക്കും. ഇത് അലർജി മാങ്ങാത്തൊലിയൊന്നുമല്ല, വിരൽപ്പാടുകളാണല്ലോ. നന്ദൂർ ആരെങ്കിലും തല്ലിയോ? മോളെ ആരാ തല്ലിയത്? തുറന്നു പറയേ. എന്റെ നന്ദൂനെ തല്ലിയവന്റെ കുടല് ഞാൻ എടുക്കും. ആരാണെങ്കിലും ഇന്നവന്റെ അവസാനമായിരിക്കും. പറയേ, ആരാ തല്ലിയേ? മോളെ തല്ലിയത് ആരാണെന്ന് പറയാൻ. അമ്മയും ദീപേട്ടനൊന്ന് സമാധാനപ്പെട്. പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. ഒരു വീടാവുമ്പോ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്നിരിക്കും. ഞാനൊരു പാവമല്ലേ, ഞാനിതങ്ങ് ക്ഷമിച്ചോളാം. നീയേ പാവമല്ല, തല്ലുകൊണ്ടാ മിണ്ടാതിരിക്കാൻ പാവയുമല്ല. നീയേ അംബിക വർമ്മയുടെ മരുമകളാ, ദീപക് വർമ്മയുടെ ഭാര്യയാ. നിന്റെ നേരെ കൈപൊക്കാൻ ഒരു ശക്തി ഇവിടെ വളർന്നിട്ടില്ല. അമ്മ പോട്ടെ. രണ്ട് കൈകളും കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവും. ദേ, ഇതൊക്കെ ചില മുടന്ത ന്യായവാദങ്ങളാ. നീ നിന്നെ തല്ലിയതാരാണെന്ന് പറയേ. അമ്മ വഴക്കൊന്നും വേണ്ട. എന്റെ ഭാര്യയുടെ കരണക്കുട്ടി അടിച്ചു പൊട്ടിച്ചത് ആരാണെന്ന് പറയാൻ. ഋതിക. ഋതികയോ? ആ അനാഥ പെണ്ണ്, അവൾ അത്രയ്ക്കായോ? ഇന്നേ അവളെ നിലയ്ക്ക് നിർത്തിയിട്ട് എന്നെ കാര്യം. ഇന്ന് അവളുടെ അന്ത്യം കുറിക്കും.